കൊച്ചി കല്ലൂരിൽ കഴിഞ്ഞ ദിവസം രണ്ട് വിദ്യാർത്ഥികളെ ഒരു സംഘം ആക്രമിച്ചത് എല്ലാവരും ന്യൂസിലാണോ? അപ്പൊ അതില് സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, രണ്ട് പെൺകുട്ടികൾ പുലർച്ചെ 4 മണി നേരത്ത് റോട്ടിലൂടെ നടന്നു പോയിരുന്നു. അപ്പോൾ അവരുടെ ഒപ്പം കുറച്ച് ആമ്പിള്ളേരുണ്ടായി. അപ്പോൾ വേറൊരു ഗ്യാങ് ഓഫ് ആമ്പിള്ളേരും 2-3 പെമ്പിള്ളേരുമായിട്ട് ഇങ്ങനെ പോകണ്ടായി. അപ്പോൾ അവർ ഇവരെ കമന്റ് അടിച്ചു. അപ്പോൾ ഇവരത് ചോദ്യം ചെയ്തതിന് അവർ ഉപദ്രവിച്ചു എന്നാണ് വാർത്തകളിൽ അറിയാൻ സാധിച്ചത്. അപ്പൊ അതിന്റെ CCTV ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നിലത്ത് കിട്ടി ചവിട്ടുണ്ട്. പെമ്പിള്ളേരെ ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള എക്സ്ട്രീം ഉപദ്രവമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നല്ല രീതിക്ക് ഉപദ്രവിച്ചതായിട്ട് CCTV നമുക്ക് മനസ്സിലാവണത്, വേറെ നമുക്കറിയില്ല. അപ്പൊ അതിനോടനുബന്ധിച്ച് ഈ പെമ്പിള്ളേരൊപ്പം ഉണ്ടായിരുന്ന ഒരു പയ്യനാന്ന് തോന്നുന്നു, അവൻ ന്യൂസിനൊരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായി. ആ ബൈറ്റിൽ പറയണ സംഭവം ഇവിടെ അപ്ലൈ ചെയ്യാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൊരു ചോദ്യം എങ്ങനെയാണ്, നിങ്ങൾ എന്തിനാണ് 4 മണിക്ക് ഈ ഒരു 4:30ക്കാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്, 4:30ക്ക് എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഈ ഒരു വഴിക്ക് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട ഡ്രസ്സ് ഈ ഡ്രസ്സാണ് ഇട്ടത്? അപ്പൊ ഈ ബൈറ്റിൽ ഈ പയ്യൻ പറഞ്ഞത് വെച്ചാൽ, ഈ പെൺകുട്ടികൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ സമയത്ത് പോലീസുകാർ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് രാത്രി ഇവിടേക്ക് പോയത്, എന്താ ഈ ഡ്രസ്സ് ഇട്ട് പോയത്? ആ ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CCTV നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഏതോ പാർട്ടി വെയർ പോലത്തെ അത്രയ്ക്കും എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സൊന്നല്ല. നമുക്ക് വിഷ്വലിൽ മനസ്സിലാവണത് ഒരു എന്താ പറയാ, ഒരു പാർട്ടി വൈബ് ഡ്രസ്സ് പോലെ തോന്നുന്നുണ്ട്. ഈ ഏരിയക്ക് ഇത്തിരി എക്സ്പോസഡ് ആയിട്ട് എന്നുവെച്ചാൽ പ്രശ്നമുള്ള ടൈപ്പ് ഒന്നല്ല ഓഫ് കോഴ്സ്. അപ്പോൾ പോലീസുകാർ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് ഈ പയ്യൻ ഒരു കംപ്ലൈന്റ് പോലെ പറയുന്നത്. അപ്പൊ അതിനടിയിൽ കമന്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഇതിന്റെ ആവശ്യമില്ല, അത് വളരെ മോശമായി പോയി, ആശുപത്രിയിൽ കിടക്കണോണ്ട്. അത് ഒരു പോയിന്റാണ്. ആശുപത്രിയിൽ കിടക്കുമ്പോൾ അതിന് അവിടെയാണ് പോയിന്റ്. അതായത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാന്യമായിട്ട്, ഇപ്പോൾ എവിടെ പോയി എന്തിനു പോയി എന്ന് ചോദിക്കുന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അത് പോലീസുകാരുടെ അവകാശമാണ് ശരിക്കും. ഡ്രസ്സ് എന്തിട്ടു അൺലെസ് ഇറ്റ്സ് എന്താ പറയുക ന്യൂഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എന്ത് ഡ്രസ്സ് ഇട്ടെന്ന് ചോദിക്കേണ്ട ആവശ്യം പോലീസുകാർക്ക് ഇല്ല, എന്ത് ഡ്രസ്സ് ഇട്ടെന്ന്. അപ്പൊ ഇതിന്റെ എൻ്റെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നത് യുവതലമുറയ്ക്കൊട്ടും താല്പര്യമില്ല. എസ്പെഷ്യലി പോലീസുകാരായാലും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ ഇപ്പോൾ ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് ചോദ്യങ്ങൾ പാടില്ല എന്നുള്ളൊരു പൊതുബോധം പതുക്കെ ഉണർന്നു വരാണ്. അപ്പൊ അതിന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദ്യങ്ങൾ ചോദിക്കണം. അത് പോലീസുകാർ ആമ്പിള്ളേരായാലും പെമ്പിള്ളേരായാലും എല്ലാവരുടെ അടുത്തും ചോദ്യങ്ങൾ, അതായത് ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്തിനു പോയി, എവിടെ പോയതാണ്, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു അസമയത്ത് കണ്ടു കഴിഞ്ഞാൽ ചോദിക്കണം. അത് മാന്യമായിട്ടായിരിക്കണം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും. അതുപോലെ പൊതുജനായാലും മാന്യമായിട്ട് മറുപടി പറയണം. അപ്പൊ അവിടെ കാര്യം കഴിഞ്ഞു. അതിന് വളരെയധികം ഉപകാരമുണ്ട്. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സോഷ്യൽ ഫാബ്രിക് കൊണ്ടുനടക്കാനായിട്ട് വളരെ നല്ല രീതിക്ക് അത് ഗുണം ചെയ്യും. അത് മാന്യത കൈവിടാൻ പാടില്ല, അത് പോലീസുകാരായാലും പൊതുജനായാലും. പിന്നെ ഡ്രസ്സിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അൺലെസ് ഇറ്റ്സ് എ ബിക്കിനി അല്ലെങ്കിൽ അത്രയ്ക്ക് എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ പെൺപിള്ളേര് പൊതുവെ ശ്രദ്ധിക്കുക, അതായത് നമ്മുടെ ഒരു സൊസൈറ്റി എസ്പെഷ്യലി ഇന്ത്യയിലൊക്കെ ആവുമ്പോൾ ഈ സമയങ്ങളിൽ മനുഷ്യന്മാർ പലവിധമാണ്. ഇപ്പൊ എല്ലാവർക്കും ഒരുപോലത്തെ മെന്റൽ കൺട്രോൾ ഉണ്ടാവില്ല. പിന്നെ പലതരം മദ്യം, മയക്കുമരുന്നിന്റെ ഒക്കെ ലഹരിയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസിലായിരിക്കും ആൾക്കാർ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഡ്രസ്സൊക്കെ മാന്യമായി ധരിച്ചാൽ നല്ലതായിരിക്കും. അതൊരു എന്താ പറയാ കൺസേൺ മാത്രമാണ്, അല്ലാണ്ട് ഒരു എന്താ പറയാ അങ്ങനെ പാടുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയല്ല. അപ്പൊ ഇതാണ് കാര്യം. ചോദ്യങ്ങൾ ചോദിക്കണം. അത് പോലീസുകാര് എസ്പെഷ്യലി ഇതുപോലത്തെ ആ സമയത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനോ കണ്ടു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കണം. അത് മാന്യമായിട്ടായിരിക്കണം, ഉത്തരങ്ങളും മാന്യമായിട്ടായിരിക്കണം. പിന്നെ കുത്തി ചോദിച്ച് ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യണ പോലത്തെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാനും പാടില്ല. ഡിസ്കംഫർട്ട് ഉണ്ടാകാനും പാടില്ല. ഇപ്പോൾ വല്ല ഹോസ്പിറ്റലിലൊക്കെ വന്ന് കിടക്കുമ്പോൾ ഒട്ടും വയ്യാണ്ട് മെന്റലിയൊക്കെ വീക്കായിട്ട് നിൽക്കുന്ന സമയത്ത് പോയിട്ട് ഇതുപോലത്തെ മറ്റേ തോന്നിയ പോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാനും പാടില്ല. എവിടെ പോയി എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ എന്തിനു പോയി എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യം. പക്ഷെ ഡ്രസ്സ് അല്ലെങ്കിൽ ആരോടൊപ്പം പോയി, ഇപ്പോൾ ആൺ സുഹൃത്തുക്കളൊപ്പം പോയോ അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയാണെങ്കിൽ അനാവശ്യമായി എന്തിനാ അവൻ്റെ പോയി അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അല്ലാണ്ട് ഇപ്പൊ എവിടെ പോയി എന്തിനു പോയി എന്നുള്ള ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. അത് ഈ ഒരു സമയങ്ങളിലാണ്, പുലർച്ചെ 4 മണി അല്ലെങ്കിൽ രാത്രി 12 മണി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അതും ഇപ്പോൾ പാരന്റ്സ് ഫാമിലിക്ക് ആയിട്ട് പോകണമെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ ചോദിക്കുന്നത് നല്ലതായിരിക്കും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കമന്റ് ചെയ്യാം. എല്ലാ കമന്റിനും നോക്കും.